ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 50 കിങ് സീരീസിൻ്റെ ലാസ്റ്റ് നിർത്തിയത് കുറച്ച് ബ്രേക്കിന് ശേഷം വരുന്നതാണ്. നമ്മൾ ആവറേജ് യൂസിങ് ഡീവിയേഷൻ ആയിരുന്നു. ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ആവറേജിൽ അലിഗേഷൻ മെത്തേഡ് ഉണ്ട്, ഡീവിയേഷൻ ഉണ്ട്, ടോണീസ് മാജിക് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്, പിന്നെ സർക്കിൾ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് 4 എണ്ണത്തിൽ മെയിൻലി നമ്മൾ ടോണീസ് മാജിക്, പിന്നെ ഡീവിയേഷനും അലിഗേഷനും. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നതിൽ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ഡീവിയേഷനാണ്. നമ്മൾ നോക്കി അത് എന്തായാലും ഡീവിയേഷൻ കുറച്ച് പാടെടുക്കും, കുറച്ച് പാടാണ്, പക്ഷേ കത്താൻ ഇച്ചിരി പാടാണെങ്കിലും ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നോക്കാൻ വന്ന് ടോണീസ് മാജിക് ആണ്. അപ്പം അത് നമ്മൾ കൂടുതൽ ഒരുപക്ഷെ ചെയ്യുന്നത് ആ മെത്തേഡ് ആയിരിക്കും. രണ്ടും ഡീവിയേഷൻ ടോണീസ് മാജിക് ഒരുപോലുള്ളതാണ്. പക്ഷേ ഡീവിയേഷൻ നിങ്ങൾ ചെയ്ത്, ഞാൻ മുമ്പത്തെ സെഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻസിൽ തന്നെ നിങ്ങൾ ചോദിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവും. ഓക്കെ, അപ്പോൾ നോക്കിയേ ആദ്യത്തെ. അപ്പം ടോണീസ് മാജിക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആവറേജ് സാധാരണ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 5 പേരുണ്ട്, ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞങ്ങൾക്കൊരു ആവറേജ് ഉണ്ട്. അതായത് നമ്മുടെ ഗ്രൂപ്പിനൊരു വൈബ് ഉണ്ടെന്ന് വെച്ചു, അതും ആവറേജും ഏകദേശം ഒന്നാണെന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് വേറൊരാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വരുന്നയാൾ ഒന്നെങ്കിൽ ഞങ്ങളുടെ വൈബോ അല്ലെ അതിനേക്കാൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി വരുവാണെങ്കിൽ മാത്രമേ നമ്മുടെ വൈബ് കൂടത്തുള്ളൂ. അല്ലാതെ അപ്പം ആവറേജ് കൂടണമെങ്കിൽ, ഇപ്പം വൈബ് ഈസിക്കൽ ടു ആവറേജ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി കൂടണമെങ്കിൽ വരുന്നയാൾക്ക് നമ്മുടെ വൈബ് അല്ലെങ്കിൽ നമ്മുടെ ആവറേജോ അതിൻ്റെ കൂടിയ വൈബ് അല്ലെ അതിനേക്കാൾ കൂടിയ, ആവറേജിനേക്കാൾ കൂടിയ വാല്യൂ ഉള്ള ഒരാൾ വന്നാലേ ആവറേജ് കൂടത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 പേരുണ്ട്, നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 25 അപ്പോൾ വരുന്നയാൾക്ക് 25 അതിന് മണ്ടയിലോ കൂടുതലുള്ള ആൾ വന്നാലേ ഗ്രൂപ്പിൻ്റെ ആവറേജ്, ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ആവറേജ് കൂടത്തുള്ളൂ, ഈ ആളും കൂടെ വന്നു കഴിഞ്ഞിട്ടുള്ള. പക്ഷെ മറിച്ച് വരുന്നയാൾ എക്സ്ട്രീംലി നെഗറ്റീവ് വൈബുള്ളൊരു ദുരന്തമാണ് വരുന്നതെങ്കിൽ ആ എൻ്റയർ ടീമിൻ്റെ ഒരു ഗ്രാസ്പും അല്ലെങ്കിൽ ഗ്രിപ്പും പോകും. അതായത് വരുന്നയാൾക്ക് ആവറേജിനേക്കാൾ താഴെയോ ഉള്ള ആൾ വരികയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ള അയാളും കൂടെ വന്നതിന് ശേഷമുള്ള ആൾക്കാരുടെ ആവറേജിന് കുറയും. അപ്പം ആവറേജിനൊക്കെ താഴെയുള്ള ആൾ ഗ്രൂപ്പിൽ വരുവാണ് ആവറേജ് കുറയും, ആവറേജിനൊക്കെ കൂടിയ ആൾ ഗ്രൂപ്പിൽ വരുവാണ് ആവറേജ് കൂടും. ഇത് വരുമ്പോൾ ഉള്ള കേസ്. ഇനി ഒരാൾ പോവുക, 5 പേരുണ്ട്, ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോവുക. അപ്പോൾ പോകുന്നത് എക്സ്ട്രീംലി നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുക, നല്ല വൈബ് തരുന്നൊരു വ്യക്തി പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ആ ഗ്രൂപ്പിൻ്റെ എൻ്റയർ ആവറേജ് കുറയും. അതായത് ഗ്രൂപ്പിൽ ആവറേജിനേക്കാൾ മുകളിലുള്ള ഒരാൾ പോവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ആവറേജ്, പിന്നുള്ള ആൾക്കാരുടെ ആവറേജ് കുറവായിരിക്കും പഴയതിനേക്കാൾ. ഇനി അതല്ല പോകുന്നയാൾ എക്സ്ട്രീംലി മുഷിപ്പീരുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഞാനിത് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ടൊരു ഉപമ പറയുന്നതാണ്, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ പോകുന്നയാൾ എക്സ്ട്രീംലി മുഷിപ്പുള്ളയാൾ, മുഷിപ്പെന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എന്താ? ആവറേജ് ആ ഗ്രൂപ്പിനേക്കാൾ ആവറേജ് കുറവുള്ളൊരു വ്യക്തിയാണ് പോകുന്നതെങ്കിൽ ആ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പിന്നെ സെറ്റാകും. കാരണം ഉള്ളതിൽ ബെടക്കായിട്ടുള്ള ഒരാൾ പോകാൻ നേരം ബാക്കിയുള്ള മെമ്പേഴ്സിനൊരു റിലീഫാണ്. അപ്പോൾ ആവറേജ് കുറഞ്ഞൊരു വ്യക്തി ആ ഗ്രൂപ്പിൽ നിന്ന് പോകാൻ നേരം ആവറേജ് കൂടും. അപ്പോൾ ആവറേജിന് പകരം വൈബെന്നങ്ങ് ആലോചിച്ച് വെച്ചാൽ, കാരണം ഇത് കൺഫ്യൂസിങ് ആണോ, ആവറേജ് ഒരാൾ വരാൻ നേരം ആവറേജ് എങ്ങനെ കുറയും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് കാണും. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളായിട്ട് അങ്ങ് ഉപമിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ ചേരാത്തവൻ വരുവാണെങ്കിൽ ആവറേജ് കുറയും, ചേരാത്തവൻ പോവുകയാണെങ്കിൽ ആവറേജ് കൂടും. അതായത് ആവറേജിനേക്കാൾ കുറവ് വാല്യൂ ഉള്ള ഒരുത്തം പോവുകയാണെങ്കിൽ പിന്നുള്ള ആൾക്കാരുടെ ആവറേജ് കൂടും. ഇത്രയും ഓക്കെ അല്ലേ? എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ടോണീസ് മാജിക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആവറേജ് ഓഫ് വെയിറ്റ് ഓഫ് 62 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 54ആണ്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണമാണ് 62 സ്റ്റുഡൻസിൻ്റെ ആവറേജ്. എന്താണ് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്? 54 കിലോഗ്രാം. ഇപ്പോൾ വെയിറ്റ് ഓഫ് ടീച്ചറും കൂടെ വരുവാണ്, അത് ടീച്ചർ എന്ന് പറയുന്നത് ഒരാളല്ലേ വരുന്നത്, ഒരാളും കൂടെ വരുവാണെങ്കിൽ ഇപ്പോൾ എത്ര പേരായി? 63. ഏറ്റവും പ്രസക്തി ഉള്ളത് ഈ വ്യത്യാസങ്ങൾക്കാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവറേജ് 3 കൂടും. 3 കൂടി ഇപ്പോൾ 57 കിലോഗ്രാം ആവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ചെയ്യാൻ നേരം ആദ്യം ഒന്നുണ്ടല്ലോ, അതായത് ആദ്യത്തെ 62 ആൾക്കാരുടെ ആവറേജ് 54ആണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഏജ് എത്ര? ടീച്ചേഴ്സ് ഏജ് എന്ന് പറയുന്നത് 54 × 1 എത്ര? 54 പ്ലസ് ഇനി ഈ 63 ആൾക്കാരുടെ എണ്ണം എത്ര? 63 ഗുണം 3 എത്ര? 9, 189. അപ്പോൾ 54, 189. ഇത് ആഡ് ചെയ്യണോ പ്ലസ് ചെയ്യണോ? കാരണം ടീച്ചർ വന്നപ്പോൾ ആവറേജ് 3 കൂടി, അതിനർത്ഥം എന്നാ? ടീച്ചറിൻ്റെ ഏജ് ഈ ആവറേജിനേക്കാൾ കിലോഗ്രാം വെയിറ്റ് കൂടി. അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് ഒരാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കൂടണമെങ്കിൽ അയാൾക്ക് എന്തായാലും ഈ 54നേക്കാൾ അല്ലെ ആവറേജിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം 54 കിലോയേക്കാൾ ഒത്തിരി കൂടുതലുള്ള ഒരാളാണ് വന്നത്. അപ്പം 184, 89, 54, 243 കിലോഗ്രാം. ക്വസ്റ്റ്യനിൽ 243 കിലോഗ്രാം ഉള്ള ആൾ വന്നു, നമ്മൾ എന്താളിച്ച് നിൽക്കേണ്ടത്? ആക്ച്വലി മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ 243 കിലോഗ്രാം ഉള്ള
വെയിറ്റ് ഉള്ള ആളാണ് വരുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി. അപ്പം ഈ വ്യത്യാസം ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഓർ മൈനസ് ഇതേ ഇൻറ്റു ഇതേ, മൈനസ് കൊടുക്കണമെങ്കിൽ പ്ലസ് കൊടുക്കണമെങ്കിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കൂടണം. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ 243 ഓപ്ഷൻ സി. ഇനി നോക്കിയാൽ അടുത്ത, ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദി മീൻ വെയിറ്റ് ഓഫ് 34 സ്റ്റുഡൻസ്. അപ്പോൾ ആദ്യം ആൾക്കാരുടെ എണ്ണം 34 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 42 കിലോഗ്രാം ആണ്. ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ബി ഇൻക്ലൂഡഡ്, അപ്പോൾ എത്ര ആഡായത്? ഒരാൾ ആഡായി, അപ്പോൾ 35 പേരായി. ടീച്ചറിൻ്റെ വെയിറ്റും കൂടി ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ മീൻ റൈസസ് ബൈ 400 ഗ്രാംസ്. അതായത് 400 എന്ന് പറഞ്ഞാൽ എത്ര? 0.4 ഗ്രാം. 0.4 കിലോഗ്രാമായി, 42.4 കിലോഗ്രാം ആയി. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ. അപ്പം നോക്കിയേ, ഇത് ചെയ്യാൻ നേരം ടോണിസ് മാജിക്കിൽ എങ്ങനെ ചെയ്യും? ആദ്യം 42 ഗുണം 1. അപ്പം ടീച്ചേഴ്സ് വെയിറ്റ് എന്ന് പറയുന്നത് 42 ഇൻറ്റു 1 42 പ്ലസ്, അതായത് പഴയ ആവറേജ് ഇൻറ്റു ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം രണ്ട് കേസിലെ പ്ലസ്, കാരണം ഇവിടെ പ്ലസ് ആയിരുന്നു, കാരണം ആവറേജ് കൂടി, ഒരാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കൂടി, പ്ലസ് ഇനി നോക്കിയേ ആവറേജുകൾ തമ്മിലുള്ള വ്യത്യാസം ഇൻറ്റു ഫൈനലി എത്ര ആൾക്കാരുണ്ട്. അപ്പം 35 ഇൻറ്റു 0.4, 35 ഗുണം 4 140 അപ്പോൾ 0.4 എന്ന് പറയാൻ നേരം 14. അപ്പം 42 പ്ലസ് 14 എത്ര? 56 കിലോഗ്രാം. ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ? അപ്പം ഇത് ഡീവിയേഷൻ നിങ്ങൾക്ക് സെറ്റാണ്, ഡീവിയേഷനിലും കൂടെ ചെയ്ത് നോക്കിക്കോണം. ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് 2 മെത്തേഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലോ കുറച്ചുകൂടെ സെറ്റ്, ഇച്ചിരി സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മെത്തേഡ്സാണ്. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഏജ് ഓഫ് 6 വർക്കേഴ്സ് ഇൻ എ കമ്പനി ഈസ് 37 ഇയർ. ഇഫ് എ ന്യൂ വർക്കർ ഈസ് എംപ്ലോയിഡ്, ദി ആവറേജ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 ഇയേഴ്സ്. അതായത് 6 വർക്കേഴ്സ് ഉണ്ട്, അവരുടെ ആവറേജ് ഏജ് 37 ഇയേഴ്സ് ആണ്. ഇഫ് എ ന്യൂ വർക്കർ ഈസ് എംപ്ലോയിഡ്, ദി ആവറേജ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 ഇയേഴ്സ്. അപ്പം എത്ര പേരാ? ഇഫ് എ ന്യൂ വർക്കർ ഒരാൾ ഇൻക്ലൂഡഡ് ആയി, 7 പേരായി. എങ്കിൽ ആവറേജ് ഡിക്രീസ്ഡ് കുറഞ്ഞു ബൈ 35 ഇയേഴ്സ്. അപ്പം നോക്കിയേ, ഒരാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കുറയണമെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പിലോട്ട് ഒരാൾ വരുമ്പോൾ ആവറേജ് കുറയണമെങ്കിൽ ആ ടൈറ്റിൽ അല്ലെങ്കിൽ വൈബിനല്ലാത്ത ചേരാത്ത ആളായിരിക്കും. അതായത് ആവറേജിനേക്കാൾ കുറവ് വാല്യൂ ആയിരിക്കും. അതായത് 37നേക്കാൾ കുറവ് വാല്യൂ ഉള്ള ആളായിരിക്കും ആ ഗ്രൂപ്പിലോട്ട് വരുന്നത് എന്നർത്ഥം. അപ്പോൾ 37നേക്കാൾ കുറവുള്ളത് 18 ഉണ്ട്, 23 ഉണ്ട്. അപ്പോൾ തന്നെ ബാക്കിയുള്ള 3 ഓപ്ഷൻ എലിമിനേറ്റ് ആയിട്ടു. ആ കൺസെപ്റ്റ് മനസ്സിലാവുമ്പോൾ തന്നെ ഒന്നെങ്കിൽ 18 23 വരത്തുള്ളൂ. ഇനിയും 2 കുറഞ്ഞു, അപ്പം വരുന്ന ആൾക്ക് എന്തായാലും 37 താഴെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? 1 ഇൻറ്റു പഴയ ആവറേജ്, 37 ഇൻറ്റു 1 37, ഇനിയും മൈനസ് എത്ര? 2 ഇൻറ്റു 7, അതായത് ആവറേജ് പഴയ ആവറേജ് ഇൻറ്റു ആൾക്കാരുടെ എണ്ണത്തിൻ്റെ വ്യത്യാസം പ്ലസ് ഓർ മൈനസ് ആവറേജുകളുടെ വ്യത്യാസം ഇൻറ്റു ഫൈനലി എത്ര ആൾക്കാരുണ്ട്? 7 ഇൻറ്റു -2 ആണ്. അപ്പം 37 - 14 23 ഇയേഴ്സ് ആയിരിക്കും ആരുടെ ഏജ്? വന്നേക്കുന്ന ആളുടെ ഏജ് എന്ന് പറയുന്നത്. അപ്പം 18 ക്യാൻസൽ ആയിപ്പോയി, ഓപ്ഷൻ എ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ഓരോ ലെവലും കഴിയുന്നതനുസരിച്ച് നിങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം ഏതാണോ മുമ്പ് ക്ലാസ് എടുത്തത് ആ ക്ലാസ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു വർക്കൗട്ട് മെറ്റീരിയൽ തരും, ഇത്ര ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പോൾ ആ സെഷനെ നമ്മൾ സർക്കിൾ സെഷൻ എന്ന് വിളിക്കും. സർക്കിൾ സെഷൻസ് നമുക്ക് 3 എണ്ണം കാണും. അപ്പോൾ ആദ്യത്തേതാണ് ബേസിക് സർക്കിൾ എന്ന് പറയുന്നത്. ബേസിക്സ് സെറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ബേസിക് സർക്കിൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് എക്സ്ട്രീം സർക്കിളും. ബേസിക് സർക്കിൾ നിങ്ങളെ കമ്പൈനായിട്ട് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി പോലെ പഠിക്കാൻ പറ്റും. ഒപ്പം നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടും കാണും. എക്സ്ട്രീം സർക്കിളിൽ ഈ സെയിം മെത്തഡോളജിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടും. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ മെയിൻസ് ലെവലിൽ ഓറിയൻറ്റേഷൻ വെച്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി കൂടും, എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ സെഷൻ്റെ ദൈർഘ്യവും കൂടും. അവിടെയും നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ട് ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തി വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ബാച്ചാണ് വരുന്നത്. സൂപ്പർ ബാച്ച് ഒരു പരീക്ഷയ്ക്ക് മുന്നോടി ജസ്റ്റ് ഏത് എക്സാമാണോ വരുന്നത് ആ എക്സാമിന് മാത്രമുള്ളൊരു സെഷൻ ആയിരിക്കും.
അപ്പം ജനറലൈസ് ഇത്രയും ആദ്യത്തെ 3 സെഷൻ ജനറലൈസ്ഡ് ആയിട്ട് പോകുന്ന സെഷൻ ആയിരിക്കും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഏകദേശം ഒരു ബേസിക് പ്രിപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇനി ഒരു എക്സാം വരും. അപ്പോൾ അതിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണം. എക്സാം ബേസ് ക്രാഷ് കോഴ്സ് പോലുള്ളൊരു സെഷനാണ് സൂപ്പർ ബാച്ച്. അത് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. ബേസിക്കും മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ ഏകദേശം ഒന്ന് സെറ്റായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങളെ ഗ്രൂപ്പാക്കി ഇരുത്തും. അവിടെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. എക്സാം കഴിഞ്ഞു കുറച്ച് നാൾ കാണും. അപ്പോൾ ആ സമയം ഉഴപ്പി പോവാതെ ഇത്രയും നാൾ കൺസിസ്റ്റൻസി പഠിച്ചെങ്കിൽ ആ കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന് പറയുന്ന സെഷൻ. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. SBIPO IBPSP ഉള്ള എക്സാംസിന് ലാസ്റ്റ് മെറിറ്റിൽ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഒരു പെർഫോമൻസിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് ഈ മോക്ക് ഇൻ്റർവ്യൂ സെഷനിലും കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്, 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ഉണ്ട്. അപ്പോൾ ക്യാമ്പസിൻ്റെ ആ ഒരു വാമത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല മറിച്ച് വീട്ടിലിരുന്ന് വീടിൻ്റെ കംഫർട്ട്നെസ്സിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലോ അല്ലെ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്കിംഗ് പ്രൊഫഷണലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓൺലൈൻ പ്രിപ്പറേഷനും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളിത് ബേസിക് സെഷനാണ് പോകുന്നത്. ഈ മെത്തേഡ് എങ്ങനെയാണ് പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പം കൺസെപ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചെടുത്തോണം. ഇനി ആവറേജ് ഓഫ് 10 മെമ്പേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കും കാണും. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരിക്കും, കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ ആൻസർ ഞാൻ നെക്സ്റ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം കണക്ക് തെറ്റിച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും, തെറ്റിക്കും, പഠിക്കും. അല്ലാതെ പ്യുവറായിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിട്ട് ഇട്ടേക്കുന്നതാണ്. അത് ചെയ്ത് ആൻസർ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പം 10 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 2.5 കിലോഗ്രാം ആയിട്ട് കൂടി. അതിനെ ന്യൂ മെമ്പർ കംസ് ഇൻ എ പ്ലേസ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. റീപ്ലേസ്മെൻറ്റ് കേസ് ഇത് ടോണിസ് മാജിനേക്കാൾ നല്ലത്. നോക്കിക്കേ, 2.5 കിലോ കൂടി. എത്ര കൂടി? 2.5 കിലോഗ്രാം കൂടി. ഇതിൻ്റെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അപ്രോച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ആര് മാറിയിട്ട് 70 കിലോഗ്രാം ഉള്ള ഒരാൾ മാറിയിട്ട് വേറെ എത്രയോ കിലോഗ്രാം ഉള്ള ഒരാൾ വന്നപ്പോഴാണ് 2.5 കിലോഗ്രാം കൂടി. അതിനർത്ഥം എന്താ? വന്നയാൾക്ക് 70 കിലോഗ്രാമിനേക്കാൾ കൂടുതലല്ലേ? അയാളുടെ വെയിറ്റ് എനിക്ക് അറിയത്തില്ല, X കിലോഗ്രാം. അപ്പോൾ X കിലോഗ്രാം വന്നു, പോയതാരാ? 70 കിലോഗ്രാം പോയി, ഉള്ള വെയിറ്റുള്ള ആൾ പോയി. അപ്പോൾ ഇത്രയും ഒരു വ്യത്യാസത്തിൻ്റെ ഷിഫ്റ്റ് ആ ഗ്രൂപ്പിൽ അനുഭവപ്പെടുന്നുണ്ട്, ഗ്യാപ്പ്. ഇത് എത്ര പേർക്ക് വെച്ചിട്ട് അനുഭവപ്പെടും ഈ ഗ്യാപ്പ്? X - 70 കിലോഗ്രാം. എത്ര? 10 പേര് തന്നെയല്ലോ, ഒരാൾ പോയി ഒരാൾ വന്നു. അപ്പോൾ ആൾക്കാർ ടോട്ടൽ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പം ഈ 10 പേർക്കും ഈ ഒരു വരുന്ന വ്യത്യാസമാണ്. അതായത് ആവറേജ് 2.5 കൂടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഓരോരുത്തർക്കും 2.5 കിലോഗ്രാം വെച്ചിട്ട് കൂടി. ഇപ്പോൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കും 2.5 കിലോഗ്രാം വെച്ച് കൂടി. അപ്പോൾ ഈ ഓരോരുത്തർക്കും 2.5 കിലോഗ്രാം വെച്ച് കൂടുക എന്ന് പറയുന്ന എഫക്റ്റ് വരണമെങ്കിൽ അതിന് മെയിൻ കാരണക്കാരാരാ? X കിലോഗ്രാം ഉള്ള ആൾ വന്നു, 70 കിലോഗ്രാം ഉള്ള ആൾ പോയി. അപ്പോൾ ഈ എഫക്റ്റ് 10 പേർക്ക് എഫക്റ്റഡ് ആയി. അതാണ് 2.5 കിലോഗ്രാം കൂടിയത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. X - 70 എന്ന് പറയുന്നത് 25, X എന്ന് പറയുന്നത് 95 കിലോഗ്രാം. അപ്പോൾ വന്നയാൾക്ക് 70-നേക്കാൾ കൂടുതൽ കിലോ ആണ്. അപ്പം ഇതും പോവും. ബാക്കി ഏതാ? ഈ 3 ഓപ്ഷനും വരാം. അതിൽ 95 കിലോഗ്രാം ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കി ഒന്ന് നോട്ട് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യണം. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങൾക്ക് ടോണിസ് മാജിക്കിൻ്റെ കൺസെപ്റ്റ് സെറ്റ് ആയെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. പക്ഷേ ഇത് ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ട് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം വെറുതെ ഒരു സെഷൻ കാണൽ. ഈ സെഷനിൽ 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്ന് ഹോംവർക്കുമാണ്. കാരണം ഇത് ലേണിംഗ് സെഷനാണ്. എല്ലാം ഓരോ മെത്തേഡ് പറയുമ്പോൾ നമ്മൾ ലേണിംഗ് സെഷനായിട്ടായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രാക്ടീസ് വീഡിയോ വരുന്നത്. അപ്പോൾ ഏതൊരു ടോപ്പിക്കിനും ഫസ്റ്റ് ഞാൻ ലേണിംഗ് സെഷൻ വെച്ചേക്കാണ്. സോ ദാറ്റ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് സെറ്റ് ആക്കിക്കോണം. ഇല്ലെങ്കിൽ പ്രാക്ടീസിൽ വരുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കുറയും, നിങ്ങൾക്ക് ഒപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഇത് നോക്കുന്നതായിരിക്കും. എങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എയ്ഡ് പോലെ തരാം. കാരണം ചെയ്ത് നിർത്തുന്നത് കുറച്ച് പോസിറ്റീവായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഉത്സാഹം കിട്ടും. ആവറേജ് ഏജ് ഓഫ് സം സ്റ്റുഡൻസ്. കാരണം നമ്മൾ ഇത്രയും സെയിം രീതിയിലാണ് ചെയ്തു വരുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യനോടേക്ക് ബാക്കി ഒരു 4 ക്വസ്റ്റ്യനും ഏകദേശം സെയിം രീതിയിലാണ്. അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോണം. ആവറേജ് ഏജ് ഓഫ് സം സ്റ്റുഡൻസ്. എനിക്ക് ആ കുട്ടികളുടെ എണ്ണം അറിയത്തില്ല, X. അപ്പോൾ X ആൾക്കാരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 25 ആണ്. ടീച്ചർ വന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര ആയി? ടീച്ചറിൻ്റെ ഏജ് എത്ര? 56.5. അപ്പോൾ ടീച്ചർ എന്ന് പറയുവാണെങ്കിൽ എത്ര ആളാണ് വരുന്നത്? ഒരാളല്ലേ വരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര പേരുണ്ട്? X + 1 ആൾക്കാരുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് 26.5 ആണ് എന്ത് ഇയേഴ്സാണ് ആവറേജ് ഏജ് എന്ന് പറയുന്നത്. ആവറേജ് എത്ര കൂടി? പ്ലസ് 1.5, അതായത് 1.5 കൂടി. ഇനി ടോണിസ് മാജിക് ഒന്ന് ചെയ്തേ. ആൾക്കാരുടെ ഡിഫറൻസ് ഇൻറ്റു പഴയ ആവറേജ്, അപ്പോൾ 25. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എങ്ങനെ മനസ്സിലാക്കാം? കാരണം ആവറേജ് കൂടി, ഒരാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കൂടി, അയാൾക്ക് കൂടുതലായിരിക്കും ആവറേജിനേക്കാൾ. അപ്പോൾ പ്ലസ്. ഇനി എത്ര? പഴയ ആവറേജ് അല്ല, രണ്ട് ആവറേജുകളുടെ വ്യത്യാസം ഇൻറ്റു ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ എണ്ണം, അതായത് ഫൈനൽ ആൾക്കാർ x+1. ഇത് ചെയ്യുമ്പോൾ എന്തുവാ കിട്ടുന്നത്? ടീച്ചേഴ്സ് ഏജ്. അതായത് ഇത് ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ ഏജ് കിട്ടും. അത് എത്ര ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 56.5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം 1.5 ഇൻറ്റു x+1 എന്ന് പറയുന്നത് 56.5 25 പോകുമ്പോൾ 331.5. അതായത് x+1 എന്ന് പറയുന്നത് 5, 21 ഗുണം 15 ആണ് 315. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫൈനലി 20 ആൾക്കാരെന്ന് വരും. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ഔട്ട് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ. അപ്പോൾ എത്ര സ്റ്റുഡൻസ് എത്ര പേരേ ഉള്ളൂ? 20 പേരേ ഉള്ളൂ. ഫൈൻഡ് ഹൗ മെനി പീപ്പിൾ ആർ ദെയർ എന്ന് ചോദിക്കുവാണെങ്കിൽ 21 വന്നേനെ. കാരണം ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഈ 20 സ്റ്റുഡൻസും ഉണ്ട്, ഒരു ടീച്ചറും കൂടെ ചേർത്ത് 21 ആൾക്കാരുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് എത്ര പേരേ ഉള്ളൂ? 20 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ആവറേജ്, അത്യാവശ്യം വെയിറ്റേജും അതിനോടൊപ്പം തന്നെ ഈ മെത്തേഡ്സ് പഠിച്ചെടുക്കണം, പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാനും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും ടോണിസ് മാജിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സീരീസിൽ നമ്മൾ ഡീവിയേഷനും ടോണിസ് മാജിക് ഏതെങ്കിലും രണ്ട് മെത്തേഡിൽ രണ്ടും സെറ്റായിട്ടിരിക്കണം. ഞാൻ എൻ്റെ കംഫർട്ടിനനുസരിച്ച് ചെയ്തു, അപ്പോൾ നിങ്ങളൊപ്പം ചെയ്ത് പൊക്കോണം. അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ